കാലാവലോകനം കാര്യസാധ്യം നൃണ കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. ശ്രീരാമൻ്റെ വാക്കുകളാണിത്. പറയുന്നതാകട്ടെ നാരദമുനിയോട്. ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കുവാനുള്ളത്. ചോദ്യത്തിലേക്ക് കിടക്കാം. നമസ്കാരം സർ. നാരദൻ ശ്രീരാമനോട് ചോദിക്കുന്നു, രാവണനെ വധിക്കാൻ ഇനി എന്തിനാണ് താമസമെന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ശ്രീരാമൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ രാവണനെ വധിക്കുക എന്നൊരു ഉദ്ദേശം ശ്രീരാമന് ഉണ്ടായിരുന്നില്ലയോ, അതോ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യുന്നതിലൊരു മടിയുണ്ടായിരുന്നു? എന്താണ് അത് ശരിക്കും അർത്ഥമാക്കുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ ജഗദീശ്വരൻ, വളരെ അർത്ഥസമ്പൂർണമായ വരികളാണ് രാമായണത്തിലേത്. ഇവിടെ ശ്രീരാമചന്ദ്രൻ അവതരിക്കുന്നത് തന്നെ രാവണനെ വധിക്കാനാണ്. എല്ലാവരും, ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി പാലാഴിയിൽ ചെന്ന് ഭഗവാനോട് രാവണൻ്റെ ഈ ദുഷ്ടകർമ്മം അസഹനീയമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും അപേക്ഷപ്രകാരം ഈ ത്രേതായുഗത്തിൽ ദശരഥൻ്റെയും കൗസല്യയുടെ മകനായിട്ട് ഞാൻ അവതരിക്കും. നിങ്ങളൊക്കെ വാനരന്മാരായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ജനിക്കണം എന്ന് ദേവന്മാരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് വാക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഭഗവാൻ ജനിച്ചു. ഭഗവാന്റെ ശൈശവം, ബാല്യം, കൗമാരം, ഏകദേശം യൗവനത്തിലെത്തിയപ്പോഴാണ് വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടന്ന് അത് ഗംഭീരമായി സഹോദരന്മാരോടൊപ്പം വിവാഹം കഴിഞ്ഞ രാജധാനിയിലേക്ക് മടങ്ങി. അവിടെ ആ ഗൃഹസ്ഥാശ്രമം തുടങ്ങി. രാവണനെപ്പറ്റി ഒരു അന്വേഷണം പോലും ഈ ഇത്രയും കാലഘട്ടത്തിനിടയിൽ ശ്രീരാമൻ നടത്തിയില്ല. ദേവന്മാർക്ക് വളരെ ആശങ്കയുണ്ടായി. ഞങ്ങളുടെ വിഷമം തീർക്കാനാണ് ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ആ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചില്ല എന്നറിഞ്ഞപ്പോൾ അവരൊക്കെ വിഷമായി. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഒരു റിമൈൻഡർ പോലെ, അതായത് ഓർമ്മിപ്പിക്കണം എന്നുള്ള രീതിയിൽ നാരദ മഹർഷിയെ അയക്കുകയാണ് ചെയ്തത്. നാരദ മഹർഷി എല്ലാ ലോകത്തും സഞ്ചരിക്കാൻ സമ്മതമുള്ളൊരു ഒരു മഹർഷിയാണ്. അദ്ദേഹം ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ശ്രീരാമചന്ദ്രൻ യഥോചിതം സ്വീകരിച്ചു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രീനാരദ മഹർഷി ഈ കാര്യം പറഞ്ഞത്. ദേവന്മാർക്ക് വളരെയധികം വിഷമമുണ്ട് വൈകും തോറും. കാരണം ദിവസവും പലതരത്തിലുള്ള പീഡനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവണൻ. അപ്പോൾ കഴിയും വേഗം അദ്ദേഹത്തെ ഒന്ന് ഇല്ലാതാക്കി ഒരു ശാന്തിയും സമാധാനവും ഞങ്ങൾക്കുണ്ടാക്കണം. അപ്പോൾ അതിൽ വളരെയധികം അസ്വസ്ഥരാണ്. അങ്ങ് എന്തേ മടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഭഗവാന്റെ മറുപടിയാണ് ഈ രണ്ട് വരികളിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മനോഹരമായി തൻ്റെ വരികളിലൂടെ അത് ലോകത്തിനായിട്ട് നൽകുകയാണ്. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ ജഗദീശ്വരൻ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കർമ്മഫല സിദ്ധാന്തം ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഭഗവാനാണ്. ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് പുണ്യവും അതുപോലെ തെറ്റായ പാപകർമ്മങ്ങൾ ചെയ്ത് പാപവും നേടിയിട്ടുണ്ടാവും. അത് ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റേതായ ആ സംഖ്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ക്രമേണ നമ്മൾ അനുഭവിച്ച് തീർക്കുക എന്നുള്ളതിനെയാണ് പ്രാരബ്ധം എന്ന് നമ്മൾ പറയുന്നത്. ആ വാക്കിൽ നിന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ രാവണൻ പൂർവ്വജന്മം രാവണൻ എന്തൊക്കെയാണ് നല്ല കർമ്മങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ജന്മത്തിൽ തന്നെ രാവണൻ പല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പരമശിവൻ്റെ ഭക്തനാണ്. എല്ലാ സമയത്തും നമഃശിവായ എന്നുള്ള മന്ത്രം അദ്ദേഹം ജപിക്കാറുള്ളൂ. പരമശിവനെ തപസ് ചെയ്തിട്ടുണ്ട്. ആ തപസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാള്, ചന്ദ്രഹാസം എന്ന് പറയുന്ന വാളൊക്കെ നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു. സമസ്ത വേദങ്ങളും പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 4 വേദങ്ങൾ. അതിലദ്ദേഹം സാമവേദം വളരെ നന്നായിട്ട് ചൊല്ലുന്ന ഒരാളായിരുന്നു. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഈ സാമവേദം, സംഗീതാത്മകമായിരിക്കണമല്ലോ. പക്ഷേ അത് വളരെ നന്നായിട്ട് രാവണൻ അവതരിപ്പിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് പണ്ഡിത സദസ്സുകളിൽ രാവണൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ അദ്ദേഹം വേറെയും പല നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട്, അതുപോലെ അദ്ദേഹം ഒരു സംഗീതം ശാഖ തന്നെ വികസിപ്പിച്ചെടുത്തു. അതുപോലെ ഒരു സംഗീത ഉപകരണം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അതിനെ രാവണ വീണ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഗുണം അതിൻ്റേതായ പുണ്യം അദ്ദേഹം അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങനെ താൻ നേടിയ സുഹൃതം ക്ഷയിക്കുമ്പോഴേ ദുഷ്കർമ്മങ്ങളുടെ ദുരന്തങ്ങൾ വരാൻ പാടുള്ളൂ. അപ്പോൾ അതാരും തിടുക്കം കാണിച്ചിട്ട് കാര്യമില്ല. ഏതൊരു വ്യക്തിയും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കണ്ടില്ല എല്ലാ ദുഷ്ടകർമ്മം ഇങ്ങനെ നന്നായിട്ട് നടക്കുന്നു ജീവിക്കുന്നത് പറയുന്നുണ്ടല്ലോ. അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് ഭഗവാൻ ഈ 2 വരികളിലൂടെ നൽകുന്നത്. അപ്പോൾ രാവണൻ്റെ ആ സുഹൃതം ക്ഷയം വന്നാൽ തനിക്ക് ആ കർമ്മം നിർവഹിക്കേണ്ട അവസ്ഥ വരും. അത് ഞാനല്ല, മനുഷ്യനായ രാമനല്ല നിശ്ചയിക്കേണ്ടത്,
ഈ കാലത്തിൻ്റെ മുഴുവനും നിയന്താവായ പരമേശ്വരൻ, ജഗദീശ്വരനാണ് അതിനുള്ള അവസരം നിശ്ചയിക്കേണ്ടതും. ആ സമയത്ത് എൻ്റെ മനസ്സിലത് തോന്നും, അതിനുള്ള നീക്കങ്ങൾ നടക്കും. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അനുഭവിക്കും നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഇത് വലിയൊരു സന്ദേശമാണ്. അപ്പോൾ പലരും കാണാം, വിവാഹം കഴിച്ചു കുട്ടികളായില്ല എന്നുള്ള സങ്കടം ധാരാളം കാണാം. അതുപോലെ തൻ്റെ മകൾക്ക് സമപ്രായക്കാർക്ക് വിവാഹം കഴിഞ്ഞു, അവൾക്കായില്ല, കൊല്ലങ്ങൾ പോകുന്നു. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ ഭഗവാന്റെ ഈ വരികളാണ് ഓർക്കേണ്ടത്. എല്ലാവരും ഒരേപോലെയല്ല, അവരുടെ പുണ്യപാപങ്ങളനുസരിച്ചാണ്. നമ്മുടെ മക്കളായാൽ പോലും അതിനുള്ള അവസരം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. കാത്തിരിക്കുക, ക്ഷമിച്ചിരിക്കുക, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്ന ഒരു സന്ദേശവും കൂടി ഈ ഭഗവാന്റെ ഈ 2 വരികളിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ വേഗം എല്ലാം നേടിയെടുക്കണം എന്നുള്ള വ്യഗ്രതയിൽ വലിയൊരു അനാരോഗ്യകരമായ മത്സരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം അവനവന് അവസരം വരുമ്പോൾ ലഭിക്കും. പക്ഷേ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക എന്നൊരു മഹത്തായ സന്ദേശമാണ് അതിൽ. നന്മയുള്ള കർമ്മം എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ആ സുഹൃതം നിൽക്കും. സുഹൃതക്ഷയം സംഭവിക്കുന്ന ഒരു കാലത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു ദൈർഘ്യം കൊടുക്കാം, രാവണന് ലഭിച്ചതുപോലെ തന്നെ എന്നുള്ളൊരു സന്ദേശവും അതിനുള്ളിൽ. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതാണ്. അതുകൊണ്ട് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അല്ലാതെ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്ത കർമ്മത്തിന് വ്യതിചലിക്കരുത്. അത് നമ്മൾ തുടർന്ന് പോകണം എന്നുള്ള ആ ഒരു കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിന് തക്ക സമയത്ത് നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും. അത് ഭഗവാൻ ഉറപ്പ് നൽകുന്നുണ്ട്.